അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസിലേക്ക് പോവുകയാണ്. ശങ്കുട്ടി ദാസ്, 5 കാര്യങ്ങളാണ് BJP കോൺഗ്രസിന് മുൻപാകെ ഉന്നയിച്ചിട്ടുള്ളത്. ഒന്ന്, എന്തിനാണ് നെഹ്റു അംബേദ്കർക്കെതിരെ ക്യാമ്പയിൻ നടത്തി അദ്ദേഹത്തെ തോൽപ്പിച്ചത്? ഒന്നാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തേത്, ഭാരതരത്ന 40 വർഷത്തോളം എന്തിന് താമസിപ്പിച്ചു എന്ന ഒരു ചോദ്യം. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ അംബേദ്കറുടെ ഒരു ചിത്രം വയ്ക്കാൻ എന്തായിരുന്നു സാങ്കേതിക തടസ്സം? 4, OBC വിഭാഗത്തെ ശക്തിപ്പെടുത്താൻ ഒരു നടപടിയും ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ട്? അതുപോലെ അംബേദ്കറുടെ പഞ്ചതീർത്ഥനെ എന്തുകൊണ്ട് ബഹുമാനിച്ചില്ല, ഓണർ ചെയ്തില്ല? ഇങ്ങനെ 5 ചോദ്യങ്ങളാണ് അമിത്ഷാ ഇന്നലെ പാർലമെന്റിൽ ഉന്നയിച്ചത്. ഇതാണ് കോൺഗ്രസിനെ ചൊടിപ്പിച്ചത്. അപ്പോൾ യാഥാർത്ഥ്യം പുറത്തു വന്നു. ചരിത്ര സത്യങ്ങൾ, മറഞ്ഞിരിക്കുന്ന ചരിത്ര സത്യങ്ങൾ അനാവരണം ചെയ്യപ്പെട്ടതിലെ അസഹിഷ്ണുതയിലെ നമ്മൾ ഇന്ന് പാർലമെന്റിൽ കണ്ടത്. തീർച്ചയായിട്ടും അതെ. അതാണ് ഞാൻ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞത്. എന്റെ ആദ്യത്തെ തൊഴുത്തിൽ 1.5 മണിക്കൂർ നീണ്ടിട്ടുള്ള അമിത്ഷായുടെ പ്രസംഗം. ആ അമിത്ഷായുടെ പ്രസംഗത്തിൽ ഏതാണ്ട് 20 മിനിറ്റോളം ഭാഗം അദ്ദേഹം അംബേദ്കറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. കാരണം ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ രാജ്യസഭയിൽ ചർച്ച നടന്നത്. അതിൽ തന്നെ അദ്ദേഹം കോൺഗ്രസ് എങ്ങനെയാണ് അംബേദ്കറിന്റെ ലെഗസിയെ മാനിക്കാതിരുന്നത്, അംബേദ്കറോട് നന്ദികേട് കാണിച്ചത്, അംബേദ്കറോട് അനീതി കാണിച്ചത് എന്ന് വിശദീകരിച്ചിട്ടുള്ള ഒരു ഭാഗം. അതിൽ വളരെ സ്കാച്ചിങ് അറ്റാക്ക് ഓൺ നെഹ്റു നടത്തുന്നുണ്ട് അദ്ദേഹം നെഹ്റുവിനുമായി നേരിട്ട് ബന്ധപ്പെട്ട് അംബേദ്കറും നെഹ്റുവും തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസ് എങ്ങനെ ബോധപൂർവ്വം അംബേദ്കറുടെ പ്രശസ്തിയെ ഇടിക്കാനും താഴ്ത്താനും അദ്ദേഹത്തെ അപമാനിക്കാനും ശ്രമിച്ചു എന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊന്നും കോൺഗ്രസിന് ഉത്തരവില്ല. ഈ കാര്യങ്ങൾക്കൊന്നും സഭയിൽ മറുപടി പറയാൻ ഇവർക്ക് സാധിച്ചില്ല. എന്നിട്ട് ഇവർ എന്താണ് ചെയ്തത്? ഇവരുടെ ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റ് ആലോചിക്കണം. ആ പ്രസംഗത്തിന്റെ ആദ്യത്തെ 20 സെക്കൻഡ് അംബേദ്കർ 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 എന്ന് നിങ്ങളിപ്പോ പറയുന്നുണ്ടല്ലോ. ഇത്രയും വട്ടം നിങ്ങൾ ദൈവത്തിന്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ സ്വർഗം കിട്ടിയേനെ എന്ന് പറഞ്ഞ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് അമിത്ഷാ അംബേദ്കറെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട്, അത് അംബേദ്കറെ കോൺഗ്രസ് അപമാനിച്ചു എന്ന് പറഞ്ഞ് നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ ആദ്യത്തെ 20 സെക്കൻഡ് കട്ട് ചെയ്തിട്ട് അമിത്ഷാ അംബേദ്കറെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവർ പ്രചരണം നടത്തുന്നു. അവർ അതിന്റെ പേരിൽ പ്രക്ഷോഭം നടത്തുന്നു. അവർ അതിന്റെ പേരിൽ ഇന്ന് സഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നു. അവർ അതിന്റെ പേരിൽ അംഗങ്ങളെ കയ്യേറ്റം ചെയ്യുന്നു. അവർ പ്രായമായിട്ടുള്ള അംഗങ്ങളെ തള്ളിയിടുന്നു, പരിക്കേൽപ്പിക്കുന്നു. അരാജകത്വം അവിടെ അഴിച്ചുവിടുന്ന ഒരു പ്രവണതയാണ്. ഈ യഥാർത്ഥത്തിൽ എന്താണ് കോൺഗ്രസിന്റെ മൗലികമായിട്ടുള്ള സ്വഭാവം എന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. തന്നെയുമല്ല, അംബേദ്കറുമായി ബന്ധപ്പെട്ടിട്ട് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് ചില സമയത്ത് ഉർവശി ശാമ ഉപകാരമാവും എന്ന് പറഞ്ഞതുപോലെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചർച്ച എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഭരണഘടനയോടുള്ള പ്രതിബദ്ധത തുറന്നു കാണിച്ചതെന്ന് അറിയാം. മാത്രമല്ല, INDA എന്ന് പറയുന്ന മുന്നണിയെ തന്നെ ദുർബലമാക്കുന്ന മട്ടിലാണല്ലോ അവസാനം ആ ചർച്ച പരിണമിച്ചത്. കാരണം INDA എന്ന് പറയുന്ന മുന്നണിയിലിരിക്കുന്ന മുഴുവൻ പാർട്ടികളും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അടിയന്തരാവസ്ഥയുടെ കെടുതികൾ നേരിട്ടിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ കേരളത്തിലെ INDA മുന്നണിയുടെ കക്ഷിയായിട്ടുള്ള CPIM പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നവരാണ്. ഇന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ അടിയന്തരാവസ്ഥ കാലത്ത് 1.5 വർഷം ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസ് മർദ്ദിച്ചിട്ട് അദ്ദേഹത്തിന്റെ ചെവിയിലൂടെ ചോര വന്നിട്ടുള്ള അനുഭവമൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ. അങ്ങനെയുള്ള ഇനി മറ്റേ എന്താ പറയാ RJD, ഞാൻ നേരത്തെ പറഞ്ഞു, ലാലു പ്രസാദ് യാദവ് അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്ന ആളാണ്. അദ്ദേഹത്തിന്റെ മകൾക്ക് അദ്ദേഹം മിസാ ഭാരതി എന്ന് പേരിടുന്നത് മിസാ തടവുകാരനായിട്ട് ജയിലിൽ കിടന്നതിന്റെ ഓർമ്മ എല്ലാ കാലത്തും നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. ലാലു പ്രസാദ് യാദവ് ആവട്ടെ, നിതീഷ് കുമാർ ആവട്ടെ, എല്ലാ പാർട്ടിക്കാരും, ഇന്ത്യയിലെ കോൺഗ്രസ് അല്ലാത്ത എല്ലാ പാർട്ടിക്കാരും അതാണ് അദ്ദേഹം മുലായം സിംഗ് യാദവ് അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നിട്ടുള്ള. അല്ല, അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടക്കാത്ത ഏത് നേതാവാണുള്ളത്? അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ നേതാക്കന്മാരും ജയിലിലായിരുന്നു. കോൺഗ്രസ് അല്ലാത്ത മുഴുവൻ ആൾക്കാരും ജയിലിലായിരുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസം വന്നിട്ടുള്ള വാർത്ത എന്താണ്? എമർജൻസി ഡിക്ലെയർഡ്, അദ്വാനി വാജ്പേയി അറസ്റ്റഡ് എന്നാണ്. അതിന് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നേതാക്കന്മാരുടെ പട്ടിക വരുന്നുണ്ട്. ഇന്ത്യയിലെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാക്കന്മാരുടെ മുഴുവൻ പേരാണ്. പിന്നീട് മീഡിയ സെൻസർഷിപ്പ് തുടങ്ങി. അതിന്റെ അടുത്ത ദിവസം തൊട്ടിട്ട് പത്രങ്ങൾക്ക് നിർഭയമായിട്ട് എഴുതാൻ കഴിയാത്ത സാഹചര്യം വന്നു. അതിനെതിരെയാണല്ലോ അരുൺ ഷൂരി ഇന്ത്യൻ എക്സ്പ്രസിലെ എഡിറ്റോറിയൽ പേജ് ബ്ലാങ്ക് ആയിട്ടൊക്കെ പ്രതിഷേധിച്ചത്. അപ്പോ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു അനുഭവത്തെ മടക്കി കൊണ്ടുവരികയാണ്. പ്രതിപക്ഷത്തിനിടയിൽ തന്നെ കോൺഗ്രസിന്റെ ഭരണഘടനാ പ്രേമത്തെ പറ്റിയിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ സൃഷ്ടിക്കുകയും INDA മുന്നണിയെ തന്നെ യഥാർത്ഥത്തിൽ ശിഥിലീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ചർച്ചയാണ്. ആ ചർച്ച ഏറ്റെടുത്ത് കോൺഗ്രസിന് തിരിച്ചടിയായിട്ടാണ് വന്നത്. അതേപോലെ തന്നെ ഇപ്പൊ അംബേദ്കറുടെ ലെഗസിയുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തുന്ന പ്രചരണം, അംബേദ്കറുമായി ബന്ധപ്പെട്ട യഥാർത്ഥ ചരിത്രം സമൂഹം കൂടുതൽ ചർച്ച ചെയ്യാനും ആ ചർച്ചയിലെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരാനും കോൺഗ്രസും നെഹ്റുവും ഒക്കെ എന്താണ് അംബേദ്കറോട് ചെയ്തത് എന്ന കാര്യങ്ങൾ രാഹുൽ പോലും ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അംബേദ്കറോട് ചെയ്ത ഒരു കാര്യം, ഒരു വീഡിയോ അത് കണ്ടാൽ സോയയ്ക്ക് മനസ്സിലാകും എന്താണ് അംബേദ്കറോട് കോൺഗ്രസിന്റെ നിലപാടെന്ന്. നോക്കൂ, ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ഛത്രപതി ശിവജി മഹാരാജിന് ഹാരമർപ്പിക്കുന്നു. തൊട്ടടുത്ത് അംബേദ്കർ ഇരിപ്പുണ്ട്. അംബേദ്കറിന് കൊടുക്കുന്നത് എന്താണ്?
അംബേദ്കറിന് മാലയിടാൻ സൗകര്യമില്ല. അവിടെ ആ മാല വെച്ച് തൊഴുതു പോരുകയാണ്. തൊഴുതിട്ടല്ല, അവിടെ ആ മാല ഒരു എന്തോ ഒരു പ്രവൃത്തി ചെയ്യും പോലെ, ഒരു നികൃഷ്ട പ്രവൃത്തി ചെയ്യും പോലെ ആ മാല അവിടെ വെച്ചിട്ട് പോകുകയാണ്. തൊട്ടപ്പുറത്തിരിക്കുന്ന മഹാരഥന്മാരുടെ ചിത്രങ്ങളിലെല്ലാം ഹാരമണിയിക്കുന്നുണ്ട്. ഇത് തന്നെ വളരെ വ്യക്തമല്ലേ സോയ? എന്താണ് ഈ ഗാന്ധി കുടുംബത്തിന്, രാഹുൽ ഗാന്ധിക്ക് എല്ലാം അംബേദ്കർ എന്ന മഹാവ്യക്തിത്വത്തോട് ഉള്ളത് എന്ന് സോയ? ചിലപ്പോൾ പറയാൻ പറ്റില്ല. രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ അവസാനമായിട്ട് സംസാരിക്കാം. അല്ല, ദയവായിട്ട് ഇടപെടരുത്. ഞാൻ ഇത് കാര്യങ്ങളൊന്ന് പറഞ്ഞ് പൂർത്തീകരിച്ചോട്ടെ. കോൺഗ്രസിനെ സംബന്ധിച്ച് അംബേദ്കർ എന്ന് പറയുന്നത് എല്ലാ കാലത്തും, ഞാൻ നേരത്തെ സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനെ ഒരു തരത്തിലും കുറഞ്ഞു കണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസ് ഒരു കാലത്തും തയ്യാറായിട്ടില്ല. നിങ്ങൾ ഈ പറയുന്നത് പോലെ ചരിത്രം എന്ന് പറയുന്നത് BJP-യെ സംബന്ധിച്ച് കിട്ടാക്കനിയാണ്. രാജ്യത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ച് ഒരു തരത്തിൽ നിലനിൽപ്പില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എങ്ങനെയെങ്കിലും ഇതിൽ കൈകടത്തണം. നിങ്ങൾക്ക് കൈകടത്താൻ സാധിക്കുന്നില്ലെങ്കിൽ അതെങ്ങനെയെങ്കിലും ഒക്കെ ശിഥിലമാക്കി മാറ്റണം എന്നുള്ള NCERT പാഠപുസ്തകത്തെ പറ്റി നേരത്തെ അദ്ദേഹം സംസാരിച്ചല്ലോ. ആ NCERT പാഠപുസ്തകങ്ങളിൽ പോലും തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചരിത്രം മാത്രം എഴുതി പിടിപ്പിക്കുകയാണ് ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അക്കാര്യത്തിലൊന്നും നമുക്കാർക്കും സംശയമില്ല. പിന്നെ നേരത്തെ പറഞ്ഞ രണ്ടാളുകളും സംസാരിച്ച ഒരു കാര്യമുണ്ട്. കോൺഗ്രസ് എന്ന് പറയുന്നത് അക്രമോത്സുകം അല്ലെങ്കിൽ അക്രമത്തെ എല്ലാ കാലത്തും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആളുകളാണ് എന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിന് ആരെയൊക്കെ അപമാനിച്ചതിന്റെ കണക്കൊക്കെ മുൻപ് പറഞ്ഞ മാധ്യമപ്രവർത്തകൻ അദ്ദേഹം സംസാരിക്കുന്നത് കണ്ടു. എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, നിങ്ങൾ ഈ പറയുന്ന മോഡിയുടെയും അമിത്ഷായുടെയും ഒക്കെ കൂടെ ചരിത്രം പഠിക്കണം. എന്താണ് ഈ രാജ്യത്ത് നടന്നിട്ടുള്ള ഭൂരിപക്ഷ കലാപങ്ങളുടെയും വർഗീയതകളുടെയും ഗുജറാത്തിൽ നടന്ന കലാപത്തിന്റെയും അമേരിക്ക എന്തിനാണ് വിസനിഷേധിച്ചതെന്നും ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആരും മറന്നുപോയിട്ടില്ല. അതുകൊണ്ട് അവിടെ കയ്യേറ്റം ചെയ്തു, ഇവിടെ കയ്യേറ്റം ചെയ്തു എന്നൊക്കെ പറയുന്ന നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നതിന് പകരം നിങ്ങൾ ഈ രാജ്യത്തിന്റെ വസ്തുതകൾ പറഞ്ഞ്, അല്ലെങ്കിൽ ഈ രാജ്യത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനെങ്കിലും തയ്യാറാകണം. അപ്പൊ ഇത്തരത്തിൽ കെട്ടുകഥകൾ മെനഞ്ഞുകൊണ്ടും ചരിത്ര വസ്തുതകളെ വളച്ചൊടിച്ചുകൊണ്ടും ഈ പറയുന്ന എല്ലാ കാലത്തും അതായത് അദ്ദേഹത്തിന്റെ ഭാരതരത്ന മാത്രം എടുത്തു നോക്കിയാൽ മതി സോയ അദ്ദേഹത്തോട് നിങ്ങൾ കാണിച്ച നെറുകേട് വ്യക്തമാക്കാൻ. ഒരു സെക്കൻഡ് ഇതിനൊക്കെ മറുപടി പറഞ്ഞു പോകേണ്ടതുണ്ട്. ഈ മഹത് വ്യക്തിയോട്, അംബേദ്കർ എന്ന മഹാനായ വ്യക്തിയോട് നിങ്ങൾ കോൺഗ്രസുകാർ കാണിച്ച സമീപനം ചർച്ച ചെയ്ത് പോകേണ്ടത് തന്നെയാണ്. നോക്കൂ, നെഹ്റു, സോയ ഒരു സെക്കൻഡ് 10 സെക്കൻഡ് മാത്രമേ ഞാൻ എടുക്കൂ. 10 സെക്കൻഡ് മാത്രം. സോയ പ്ലീസ് 10 സെക്കൻഡ് മാത്രമേ ഞാൻ എടുക്കൂ. നെഹ്റു 1964 മരിക്കുന്നു. അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിക്കുന്നത് 1955 സ്വയം എടുക്കുകയാണ്. ഇന്ദിരാഗാന്ധി 1994, 1971 ഭാരതരത്ന സ്വയം ഏറ്റെടുക്കുന്നു. രാജീവ് ഗാന്ധി 1991 മരിക്കുന്നു, 91 ഭാരതരത്ന ലഭിക്കുന്നു. പക്ഷേ മഹാനായ അംബേദ്കർ 56 മരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഭാരതരത്ന കിട്ടുന്നത് 1990 അതും കോൺഗ്രസ് ഇതര സർക്കാർ ഭരിക്കുന്ന കാലത്ത്. ഇത് മാത്രം മതിയല്ലോ സോയ? അംബേദ്കർ എന്ന മനുഷ്യരോട് നിങ്ങൾ കാണിച്ച നെറുകേടിന്റെ ചരിത്രം ഇനി വരുന്ന തലമുറ പഠിച്ചെടുക്കാൻ. ഒരൊറ്റ കാര്യം കൂടെ പറയട്ടെ, ഈ ഗാന്ധിയും നെഹ്റുവും കോൺഗ്രസ് മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ നിർമ്മിച്ചെടുക്കാൻ അംബേദ്കറിനെ ഏൽപ്പിച്ചതെങ്കിൽ അത് നെഹ്റുവും ഗാന്ധിയും കോൺഗ്രസും ഒക്കെ വെച്ചു പുലർത്തിയ ജനാധിപത്യ ബോധ്യം കൊണ്ടുകൂടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനേക്കാൾ വലിയ സൗന്ദര്യമൊന്നും ഒരു ഭാരതരത്നയ്ക്കുമില്ല. കാരണം അംബേദ്കറിനെ മനസ്സിലാക്കുന്നത്. ശങ്കുട്ടിദാസ് അങ്ങക്ക് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് സമയം ബോംബെയിൽ തോൽപ്പിക്കുന്നതിന് മുൻപ് ആ ഭരണഘടനയെ അല്ലെങ്കിൽ ആ ഭരണഘടന നിർമ്മാണ സഭയിലേക്ക് അംബേദ്കർ എത്തിയതൊരു ചരിത്രം കൂടെ നിങ്ങൾ പഠിക്കണം. ആ ചരിത്രമില്ല. എന്ത് ചരിത്രം? എന്ത് ചരിത്രം? തോൽപ്പിക്കാൻ ശ്രമിച്ചത് കോൺഗ്രസ് ആണ്, നെഹ്റുവാണ്. 3 തവണ അതാ ജനാധിപത്യത്തിന്റെ ഭാഗമല്ലേ? ശ്രീ ശങ്കുട്ടിദാസ് അങ്ങേക്ക് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. അതെന്താ പറയാത്തത്? അല്ല, ഞാൻ പറയുന്നത് അംബേദ്കറെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉൾപ്പെടുത്തിയത് കോൺഗ്രസിന്റെ ഔദാര്യമൊന്നുമല്ല. നിങ്ങൾ പുലർത്തിയിട്ടുള്ള ജനാധിപത്യ ബോധമാണെന്ന് പറഞ്ഞല്ലോ. ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രൊവിൻഷ്യൽ ഇലക്ഷനിൽ മത്സരിച്ചിട്ടാണ്. കോൺഗ്രസിന്റെ ബംഗാളിൽ ജയിച്ചത്.
ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷന്റെ പ്രതിനിധിയായിട്ടാണ്. ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷൻ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ വരുന്നത്, അല്ലാണ്ട് കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടല്ല. അദ്ദേഹം ആദ്യത്തെ മന്ത്രിസഭയിൽ നിയമമന്ത്രിയാവുന്ന ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷന്റെ ഭാഗമായിട്ടാണ്. അദ്ദേഹം രാജ്യത്തിനൊരു ഭരണഘടന ഉണ്ടാകുന്നതിന് മുൻപ് കോൺഗ്രസ് പുലർത്തിയ ജനാധിപത്യ ബോധ്യം കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള സംവിധാനങ്ങളിലേക്ക് ഈ രാജ്യം മുന്നോട്ട് പോയതെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അത് കോൺഗ്രസിന്റെ നിവർത്തികേടായിരുന്നു. സമയപരിമിതി മൂലം ഈ ചർച്ച വൈകിട്ടുണ്ട്. അംബേദ്കറെ അപമാനിച്ചതാര് എന്ന വിഷയമാണ് നമ്മൾ 1.5 മണിക്കൂർ ചർച്ച ചെയ്തത്. ഭരണഘടനാ ചർച്ചയിൽ കോൺഗ്രസിന് അടിപതറിയോ എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. അസഹിഷ്ണുത അക്രമത്തിലേക്ക് വഴിതിരിച്ചിരിക്കുകയാണ്. അംബേദ്കറെ അപമാനിച്ചത് തിരിഞ്ഞു കൊത്തുകയാണ് കോൺഗ്രസിനെ. അതിന്റെ ദൃഷ്ടാന്തമാണ് നമ്മൾ ഇന്ന് പാർലമെന്റിൽ കണ്ടത്.